ദൂരത്തും ചാരത്തുമായി ഈ ഉച്ചഭാഷയുടെ ശ്രവണ സീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരായ കരകുളം ദേശനിവാസികൾക്ക് പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന മഹാസംഘടനയുടെ അഭിവാദനങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. നമ്മുടെ ദേശത്തെ മുച്ചൂടം മുടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന മാരക വിപത്തിനു വേണ്ടി പല ഘട്ടങ്ങളിലായി തിരുവനന്തപുരം ജില്ലയുടെ എല്ലാ താലൂക്കുകളിലും എല്ലാ ഗ്രാമങ്ങളിലും കടന്നു ചെന്ന് ആ വിപത്ത് എന്താണ്, നമ്മുടെ തലമുറ എങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടതെന്ന് വളരെ മനോഹരമായി ആ ദേശത്തിന് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു ലഹരി വിമോചന സന്ദേശയാത്രയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒന്നാം ഘട്ടം കുളത്തൂപ്പുഴ, മടത്തറ, പാലോട് മേഖലകളിൽ മലയോര ഗ്രാമങ്ങളിൽ ചില ദിവസങ്ങൾക്ക് മുൻപ് ഞങ്ങൾ വിജയകരമായിട്ട് അത് പൂർത്തിയാക്കി. രണ്ടാം ഘട്ട യാത്രയാണ് നെടുമങ്ങാട് താലൂക്കിൻ്റെ വിവിധ ഗ്രാമങ്ങളിൽ ഇന്ന് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതിന് കക്ഷി രാഷ്ട്രീയങ്ങളില്ല, ഇതിൻ്റെ അകത്ത് ജാതിമത ഭേദങ്ങളില്ല, ഇതിൻ്റെ അകത്ത് വർഗങ്ങളോ വർണ്ണങ്ങളോ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയവനെന്നോ വലിയവനെന്നോ ഇല്ല. അതുപോലെ എല്ലാ തൊഴിൽ മേഖലകളിലുമായിരിക്കുന്നവർ നമുക്ക് ഒന്നിച്ച് നമ്മൾ കേരളത്തിൽ ചെയ്യേണ്ട ഒരു വലിയ കാര്യമാണ് ഈ ലഹരി എന്ന വിപത്തിനെതിരെ നമ്മൾ പോരാടുക എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാവണം. ഈ ലഹരി വിരുദ്ധ സന്ദേശയാത്ര ഇന്ന് ഔപചാരികമായിട്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ആദരണീയായ അധ്യക്ഷ യു ലേഖാറാണി അവർകളാണ്. ഇതിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ രണ്ട് വാക്ക് സംസാരിക്കുന്നത് കരകുളം ജില്ലാ പഞ്ചായത്ത് 6ാം വാർഡ് മെമ്പറായിരിക്കുന്ന ഹസീന ഷാനവാസ്. അവരിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ മഹനീയമായ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിട്ട് പെന്തക്കോസ്റ്റൽ സഭകളുടെ പൊതുവേദിയായ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും അപ്പോൾ തന്നെ ജില്ലാ പ്രസിഡന്റുമായിരിക്കുന്ന ആദരണീയനായ പാസ്റ്റർ ജേക്കബ് കുര്യൻ അവറുകളെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കരങ്ങളടിച്ച് നമുക്ക് അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത്. നമ്മുടെ നാടിൻ്റെതായിരിക്കുന്ന നന്മയെ മുഴുവൻ മുടിച്ചു കളയുന്ന, നമ്മുടെ യൗവനക്കാരെ തകർത്ത് കളയുന്ന മദ്യപാനത്തിൻ്റെയും പുകവലിയുടെയും എല്ലാവിധ മരിക്കുന്ന ഡ്രഗ്സ് അഡിക്ഷൻ്റെയും പിന്നാലെ നടക്കുന്ന യുവജനങ്ങളെ മാറ്റിയെടുക്കുവാൻ, പ്രിയപ്പെട്ടവരെ അതിൽ നിന്ന് മോചിപ്പിക്കുവാൻ വളരെ ശ്രദ്ധയോടെ വളരെ ലളിതമായ രീതിയിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് അവബോധം വരുത്തുവാൻ പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ഇങ്ങനൊരു സംഘടന ഒരുക്കപ്പെട്ടു. രണ്ടാമത്തെ ഘട്ടം ഇവിടെ നിന്ന് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഉദ്ഘാടനത്തിനായിട്ട് നാം കടന്നു വന്നിരിക്കുന്നത് കരകുളം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ശ്രീമതി യു ലേഖാറാണി അവർകളാണ്. അതുപോലെ തന്നെ ആശംസ അറിയിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ശ്രീമതി ഹസീന ഷാനവാസ് ആണ്. ഇന്ന് നമ്മുടെ മധ്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് അവബോധം വരുത്തുന്നത് ഈ ദേശനിവാസികൾക്ക് വളരെ പ്രിയനായിരിക്കുന്ന പാസ്റ്റർ കെ തോമസ് അവറുകളാണ്. തുടർന്ന് ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ ഈ ദേശത്തിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന യു ലേഖാറാണി അവറുകളെ ക്ഷണിക്കുക. പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജേക്കബ് കുര്യൻ, ജില്ലാ സെക്രട്ടറി കെ തോമസ്, കരകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പർ
ശ്രീമതി ഹസീന അടക്കമുള്ള ഈ പരിപാടി പങ്കെടുത്തിരിക്കുന്ന ഏറെ ബഹുമാന്യമുള്ളവരെ, പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ലഹരി വിമോചന യാത്ര കരകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങി ഇതിനെയും സമാപിക്കുന്ന അവരുടെ രണ്ടാം ഘട്ട പ്രവർത്തനം ഏറെ സ്വാഗതാർഹമായി കരകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ്. കാരണം നമ്മുടെ ആധുനിക കേരളം നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെയുള്ള ഒരു ചൈത്രയാത്രയാണ് ഇന്നിവിടെ രണ്ടാം ഘട്ടമായി തുടക്കം കുറിക്കുന്നത്. നമ്മുടെ നാട് ഒന്നാകെ ഒന്നിച്ചു നിന്ന് അതിലേക്ക് സൂചിപ്പിച്ചതുപോലെ ജാതി മത വർഗ രാഷ്ട്രീയങ്ങൾക്കൊക്കെ അപ്പുറമായി നിന്ന് നമ്മൾ ഒന്നിച്ച് പോരാടേണ്ടുന്ന ഒരു വിഷയമാണ് ലഹരി എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല, ലോകത്താകമാനം ഇന്ന് ലഹരിയുടെ ഒരു വലിയ അതിപ്രസരം നമ്മുടെ നാടിനെ മുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ നാളെയുടെ ഭാവിയുടെ വാഗ്ദാനമായ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഇന്ന് ഏറെ ഇത്തരമൊരു വളരെ നീചമായ പ്രവൃത്തിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ലഹരി മാഫിയയും ലഹരി റാക്കറ്റുകളും നമുക്ക് ചുറ്റുമുള്ള ഒരു കാലഘട്ടമാണ്. ഇന്ന് രാവിലെ പത്രം തുറന്ന് നോക്കുമ്പോൾ തന്നെ ആദ്യത്തെ വാർത്തകളിൽ നമ്മുടെ തൊട്ടടുത്ത പേരുകടയിൽ 4 കിലോ കഞ്ചാവുമായി 3 യുവാക്കളെ പിടിച്ചു എന്നുള്ള വേദനാജനകമായ വാർത്തയാണ് നമ്മൾ നിലംപ്രതി മാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരെ നമ്മൾ ഒന്നിച്ച് പോരാടുക എന്നുള്ളതാണ്. നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടവരാണ് നമ്മൾ കേരളീയർ. നമ്മുടെ ലോകത്താകമാനം വന്ന കോവിഡ് പോലെയുള്ള രൂക്ഷമായ പ്രതിസന്ധിയൊക്കെ നമ്മുടെ നാട് ഒന്നിച്ച് ഒറ്റക്കെട്ടായി നേരിട്ടവരാണ് നമ്മൾ. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇന്ന് നേരിടുന്ന ഈ ഒരു ലഹരിക്കെതിരെയുള്ള ഒരു തീവ്രയജ്ഞ പരിപാടിയിൽ നമ്മുടെ നാട് ഒന്നിക്കുമ്പോൾ ഇത്തരം സംഘടനകൾ കൂടി കൂട്ടിച്ചേരുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇതിനെ എല്ലാവിധ പിന്തുണയും നൽകുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. കഴിഞ്ഞ കരകുളം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 10 ദിവസം മുന്നേ മഹാത്മാ റെസിഡൻസ് അസോസിയേഷൻ അവരുടെ അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ലഹരിമുക്ത പരിപാടികളാണ് അവർ സംഘടിപ്പിച്ചത്. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ 250 വീടുകൾ ചേർന്നുള്ള ആ കുടുംബങ്ങളിലേക്ക് കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഇത്തരം ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നമ്മുടെ കുട്ടികളിലേക്ക് കൊടുത്തിട്ടൊന്നും കാര്യമില്ല, കുടുംബങ്ങളിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്നുള്ളൊരു ബോധ്യം കൂടി പ്രത്യേകിച്ച് നമുക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ അങ്ങനെ കുടുംബങ്ങളിലേക്ക് പോയി കുടുംബ സദസ്സുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ പോരാടുന്ന ഒരു പ്രദേശം കൂടിയാണ്. പ്രത്യേകിച്ച് കരകുളത്തെ സംബന്ധിച്ച് റെസിഡൻസുകൾ മാത്രമല്ല, യുവജന സംഘടനകൾ, ക്ലബ്ബുകൾ, ഇത്തരത്തിലുള്ള മതസംഘടനകളൊക്കെ തന്നെ ഇന്ന് ഏറ്റവും അനിവാര്യമായി ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട ഒരു ദൗത്യത്തിനാണ് പെന്തക്കോസ്റ്റ് സഭ ഇന്നിവിടെ രണ്ടാം ഘട്ടമായി തുടക്കം കുറിക്കുന്നത്. ഇതിലൂടെ നമുക്ക് വളരെ കുറച്ചു പേരെങ്കിലും മാറ്റിയെടുക്കാൻ, ഇതിലൂടെ ബോധവൽക്കരണം നടത്താൻ സാധിച്ചാൽ അതാണ് ഏറ്റവും വലിയൊരു വിജയമായി നമ്മൾ കാണേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വിപത്തിനെതിരെ നമ്മൾ ഒന്നിച്ചു പോരാടുക എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ ഈ പെന്തക്കോസ്റ്റ് സഭയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ ക്ഷണിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ഉദ്ഘാടനം നമ്മൾ നടത്തിത്തരണം എന്ന് പറയുമ്പോൾ അങ്ങനെ നമ്മുടെ ഈ പ്രദേശത്തെ കരകുളത്തെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമായി കാണുകയാണ്. ഈ കാലഘട്ടത്തിലെ നമ്മുടെ കുട്ടികളെ നാളെയുടെ വാഗ്ദാനമായ നമ്മുടെ ഭാവിയെ നാളെ നയിക്കേണ്ടുന്ന യുവാക്കളും കുട്ടികളും ഒക്കെ തന്നെ മതിരിക്കുന്ന വേദനത്തിന് സ്വരത്തിൽ തുടങ്ങി മതിരിക്കുന്ന മുട്ടായിയിൽ പോലും ലഹരി കണ്ടെത്തുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരം കൂട്ടായ്മകൾ ഉണ്ടാകണം. ഒന്നിച്ച് പോരാടണം. ഒന്നിച്ച് പോരാടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേടിയവരാണ് കേരളീയർ. പഴയ കാലഘട്ടത്തിൽ പഴയ കേരളമല്ല ഇന്നത്തെ ആധുനിക കേരളം, നവകേരളമായി മാറുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നിച്ചു നിന്നാൽ നേടാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് പരിപാടി ഔചിത്യമായി ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുക. വളരെ ശ്രദ്ധകരമായിരിക്കുന്ന വാക്കുകളാൽ, വളരെ പ്രൗഢമായിരിക്കുന്ന വാക്കുകളാൽ ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി യു ലേഖ റേണി അവർക്ക് പെന്തക്കോസ്റ്റ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ എല്ലാവിധമായിരിക്കുന്ന
നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തും. നമ്മുടെ മീറ്റിങ്ങിന് ആശംസയെ അറിയിക്കുവാനായിട്ട് കടന്നു വന്നിരിക്കുന്നത് ഈ ദേശത്തിൻ്റെ വാർഡിൻ്റെതായിരിക്കുന്ന മെമ്പറായിരിക്കുന്ന ശ്രീമതി ഹസീന ഷാനവാസ് അവരുകളാണ്. മാഡം നമ്മോട് സംസാരിക്കും. ആശംസ അറിയിക്കുവാൻ ക്ഷണിക്കുകയാണ്. പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച കർണാടക ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രിയങ്കരിയായ പ്രസിഡന്റ് ശ്രീമതി ജയഹാറാണി അവർ, ഇതിൻ്റെ ഈ യോഗത്തിൻ്റെ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ തിരുവനന്തപുരം ജില്ലാ പെന്തിക്കോസ്ത് സഭയുടെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജേക്കബ് കുര്യൻ, ഇതിൻ്റെ സെക്രട്ടറി എൻ്റെ വാർഡംഗം കൂടിയായിട്ടുള്ള തോമസ് പാസ്റ്റർ, ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ പെന്തക്കോസ്ത് സഭയുടെ ജില്ലാ ഭാരവാഹികളെ, നിങ്ങളെ ഏതിനെയും ആദ്യം തന്നെ ഇതിൻ്റെ ഈ ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ കേരളമല്ല ലോകം പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നത്തെ ഏറ്റെടുത്ത് ഇതിൻ്റെ രണ്ടാം ഘട്ടം 5 ഘട്ടങ്ങളിലായി നിങ്ങൾ തിരുവനന്തപുരം ജില്ലയുടെ മുഴുവൻ പ്രദേശങ്ങളും സഞ്ചരിക്കാനാണ് തയ്യാറായിരിക്കുന്നതെന്നുള്ളത് എൻ്റെ സെക്രട്ടറി ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു പരിപാടി ഈ പ്രതികൂല കാലാവസ്ഥയിലും ഏറ്റെടുത്തതിന് നിങ്ങൾ ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ദിവസവും പത്രങ്ങളെടുത്ത് നോക്കുമ്പോൾ കൊലപാതകങ്ങളും ബാക്കി കാര്യങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ളവരുടെ ബുദ്ധിമുട്ട് ഏറെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ലഹരിയുടെ ഉപയോഗം. അപ്പം ഇതിനെതിരെയുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് തലത്തിലായാലും റെസിഡൻസ് അസോസിയേഷനുകളായാലും ഇപ്പം ഏറ്റവും കൂടുതൽ ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി കൊണ്ട് നമുക്ക് ഒരാളെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ല ഒരു കാര്യമാണ് എന്ന് തന്നെയാണ്. ഒരാളെയെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലൊരു കാര്യമായി തന്നെയാണ് ഇത് കാണുന്നത്. അപ്പം ഈ പരിപാടി നമ്മുടെ പാസ്റ്റർ ഇതുപോലെയുള്ള പരിപാടികൾ മിക്കവാറും ഒരു മാസത്തിൽ ഒരിക്കൽ തന്നെ എന്തെങ്കിലും ഒരു പരിപാടി നമ്മുടെ പാസ്റ്റർ പറയും. നമ്മുടെ പാസ്റ്റർ നല്ല ഇങ്ങനെയുള്ള പൊതു പരിപാടികളിൽ ഇറങ്ങുന്ന പ്രവർത്തിക്കുന്ന ഒരാളാണ്. കോവിഡ് സമയത്തും നമ്മുടെ വാർഡിൻ്റെ മിക്ക പരിപാടികളിലും എല്ലാത്തിനും നല്ലൊരു സഹായം നമ്മുടെ പാസ്റ്ററുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങനെ സമൂഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇറങ്ങുന്ന ഒരാൾ കൂടിയാണ്. അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങളും ഞാൻ ആദ്യം പറഞ്ഞ നിലയിൽ എല്ലാ പ്രവർത്തനങ്ങളിലും ഞാൻ കൂടെ ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകുന്നു. അതുപോലെ തന്നെ ഈ പരിപാടി സംഘടിപ്പിച്ച ഈ ജില്ലാ പെന്തക്കോസ്ത് സഭയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ മുഴുവനെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ നല്ല വാക്കുകൾ നമ്മോട് അറിയിച്ച വാർഡ് മെമ്പർ ശ്രീമതി ഹസീന ഷാനവാസ് അവർക്കുള്ള പ്രത്യേകമായിരിക്കും നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു.